അപ്പോൾ ദേ ഇന്നൊരു പതിവില്ലാത്തൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റേക്കണേ കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ചില ദിവസം ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു വിശപ്പ് തോന്നും. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ പഴം ഇരിക്കണത് കണ്ടത്. അപ്പോൾ എന്തായാലും ഇന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആകെപ്പാടെ 2 പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം ഒരു വലിയ പഴമായിരുന്നു, നല്ല ഗുണ്ടുമണി പഴമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇനിയിപ്പോൾ വേഗം തന്നെ പണിയിലോട്ട് കിടക്കാം. അപ്പോൾ അതേ ഞാൻ പഴത്തിൻ്റെ തോലൊക്കെ എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഒരു പഴത്തിനെ ഞാൻ 2ആക്കിയിട്ടുണ്ട്. അതിനെ വീണ്ടും ഒരു ഭാഗം എടുത്തിട്ട് 4ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പഴത്തിൽ നിന്ന് 8 പീസ് വീതം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കൂടുതൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലേഡായി പോകും. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനെ നേരിയതായിട്ടുള്ള പഴംപൊരിയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കേട്ടോ. എനിക്ക് മാത്രമല്ല, ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്കും ഇങ്ങനത്തെ പഴംപൊരിയാണ് ഇഷ്ടം. ഇപ്പോൾ പഴം പൊരിക്കാനായിട്ട് ഒരു മാവ് റെഡിയാക്കണ്ടേ. അതിലോട്ട് ഞാൻ മൈദപ്പൊടിയും ചേർത്തിട്ടുണ്ട്, അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള പഞ്ചസാര, ഒരു നുള്ളു മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി ലൂസായി പോകണ്ട, കുറച്ചധികം കട്ടിയിൽ വേണം കേട്ടോ ആകാനായിട്ട്. അപ്പോൾ അതേ പഴം എല്ലാം മുക്കി പൊരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ഹസ്ബൻഡ് മുമ്പ് പൈനാപ്പിൾ പൊരി കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും പൈനാപ്പിൾ ഇരിക്കുന്നുണ്ട്, കുറച്ച് മാവും ബാക്കി വന്നിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ പൈനാപ്പിൾ പൊരിയും ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കഴിച്ചു നോക്കിയപ്പോൾ തോന്നിയത് നമ്മൾ ജിലേബി കഴിക്കൂലേ, കറക്റ്റ് ജിലേബിയുടെ പാകം കേട്ടോ. അപ്പോഴാണ് ഹസ്ബൻഡ് പറയണത് ഇതിങ്ങനെയല്ല, കുറച്ച് എരിവൊക്കെ ഇട്ടാണ് പൊരിച്ചെടുക്കേണ്ടതെന്ന്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പഴംപൊരി തന്നെയാണ് ബെസ്റ്റ്. ഇതേ സൈഡിലോട്ട് ഞാൻ അവിടെ പൈനാപ്പിൾ പൊരിയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ പഴംപൊരിയിൽ തന്നെ കഴിച്ചിട്ടോ.